ഗൈസ് അങ്ങനെ പടം കണ്ടിറങ്ങി. പടം കൊള്ളാം. ആസ് യൂഷ്വൽ മമ്മൂട്ടി റോക്കഡ്, നമ്മൾ ഷോക്കഡ്. ആ സെയിം അവസ്ഥയായിരുന്നു. സ്റ്റോറി ലൈനെല്ലാം നമ്മൾ കാണാനുള്ള അതേ സെയിം പാറ്റേൺ തന്നെയാണ്. ബട്ട് പടം നൈസാണ്. മമ്മൂട്ടിയുടെ ഇൻട്രോ വളരെ നൈസായിട്ട് എടുത്തേക്കുന്നത്. ബട്ട് സെക്കൻഡ് ഇൻട്രോ ഉണ്ട്, പള്ളി വന്നൊരു ഫൈറ്റിംഗ് കൂടെ ഉണ്ട്. അതും കൂടെ കാണുമ്പോൾ നമ്മൾ കൊടുത്ത കാശിൻ്റെ ഒരു പകുതിയാവും. അത് കഴിഞ്ഞ് പടം നൈസായിട്ട് സ്ലോ പേസ്, ചെറിയ തമാശകളും അതൊക്കെ ആയിട്ട് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് പോകും. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് അങ്ങ് തുടങ്ങും. സെക്കൻഡ് ഹാഫ് തുടങ്ങി ഒരു 10 മിനിറ്റ് കഴിഞ്ഞൊരു പിന്നെ അങ്ങോട്ട് പടം ഫുള്ള് മാസമാണ്. ഒരു 40 മിനിറ്റ്സ് അടുത്ത് നമ്മൾ ഫുൾ എൻഗേജ്ഡ് ആണ് പടമായിട്ട്. അതുപോലെ ചേസിങ്ങും ഫൈറ്റും, അവസാനത്തെയൊക്കെ ഫൈറ്റ് കിണ്ണങ്കാച്ചി ഫൈറ്റ്. പിന്നെ എടുത്തു പറയേണ്ട രാജ്ബി ഷെട്ടി വില്ലൻ. ഓഹ്, ഇമ്മാതിരി പുള്ളിയുടെയൊക്കെ ഇൻട്രോ എന്ന് പറഞ്ഞുള്ള മാസ്. എന്നാലും ആ കൊടുത്ത കാശിനുള്ള അവസാനത്തെ ഒരു 40 മിനിറ്റ്സ് നമുക്ക് കിട്ടും. കൊടുത്ത കാശിനുള്ള സാധനം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാലും വൈശാഖ് കുഴപ്പമില്ല. മോൺസ്റ്ററൊക്കെ ഞാൻ പോയി കണ്ടതാണ്. അതിൻ്റെയൊക്കെ അവസ്ഥ കണ്ടിട്ടാണ് ഞാൻ വീണ്ടും ഇതിന് പോയത്. എന്നാലും കൊള്ളാം, സംഭവം നൈസാണ്. പിന്നെ അവസാനം ഒരു ചെറിയ ട്വിസ്റ്റും ഒരു സസ്പെൻസും ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ജോസറിനെ നമുക്ക് വീണ്ടും കാണാനുള്ള ഒരു അവസരമുണ്ട്. അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. എന്നാലും അത് ചെറിയ ട്വിസ്റ്റായിട്ട് തോന്നി. എന്നാലും പടം ഓവറോൾ കൊള്ളാം. അപ്പോൾ എല്ലാവരും തന്നെ തിയേറ്ററിൽ പോയി കാണുക, എൻജോയ് ചെയ്യുക. അപ്പം ഓക്കെ, ബൈ.